ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം എൻ്റെ നോമ്പ് സീരീസിലേക്ക് സ്വാഗതം. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ കേരളത്തിൽ നിന്ന് വേറൊരു സ്ഥലത്ത് മാറി നിന്നിട്ടും നോമ്പ് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അത് അത്ര വലിയ കാര്യമായിട്ടൊന്നും കേൾക്കുന്നവർക്ക് തോന്നില്ല. ബട്ട് ഫോർ മീ ഞാൻ ആദ്യമായിട്ടാണല്ലോ അങ്ങനെ അത് നോമ്പെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഉമ്മമാരുണ്ടാക്കി തരുന്ന ഫുഡ് കഴിക്കാൻ ആഗ്രഹമില്ലാത്തവരാരുണ്ട്. അറ്റ്ലീസ്റ്റ് അത് പോട്ടെ, നമ്മുടെ കേരള ഫുഡ് കഴിക്കാൻ ആഗ്രഹമില്ലാത്തവരാരുണ്ട്. ഫോർ മീ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഹൈദരാബാദ് ബിരിയാണി ഇഷ്ടമാണെങ്കിൽ പോലും കേരള ബിരിയാണി. സോ ഇപ്പം ഞാനിങ്ങനെ ഇന്നിവിടെ ഒറ്റയ്ക്ക് നോമ്പ് മുറിക്കുന്നുണ്ട്. എൻ്റെ ലൈഫിൽ തന്നെ ഇപ്പോൾ അങ്ങനെ ആരും ഇല്ലാതെ ഇരുന്നിട്ടില്ല. പിന്നെ കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കൊരു പ്രോബ്ലമായിട്ട് ഫീൽ ആയിട്ടില്ല. അപ്പോൾ ഈ നോമ്പ് എൻ്റെ ഫസ്റ്റത്തെ നോമ്പ് ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. സോ അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ എൻ്റെ പ്രിപ്പറേഷനൊക്കെ കാണിക്കാൻ ഞാൻ കഴിക്കുന്നു വട്ടയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ഓർക്കുന്നൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. ഓറഞ്ച് മാത്രമേ ഫ്രൂട്ട്സ് ആയിട്ട് വാങ്ങിയിട്ടുള്ളൂ. എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങി കഴിക്കണം. കാരണം എൻ്റെ ഫസ്റ്റ് നോമ്പാണ്. നമുക്ക് എപ്പോഴും സ്പെഷ്യൽ നോമ്പാണല്ലോ. അപ്പം ഞാൻ ഓർത്തു എന്തെങ്കിലും പുറത്തുനിന്ന് എന്തെങ്കിലും കുഴപ്പമില്ലാത്ത എന്തെങ്കിലും വാങ്ങി കഴിക്കണം. മേ ബി ബിരിയാണി ആയിരിക്കും ഓർ കപ്സ. സോ നോക്കട്ടെ, ഞാൻ ഓർഡർ ചെയ്തില്ല ഇതുവരെ. ഞാൻ അതൊക്കെ കാണിക്കാൻ ഓർത്തു. അപ്പോൾ നമുക്ക് പ്രാവശ്യം തുടങ്ങാം. സോ അപ്പോൾ ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ ഓഫ് കോഴ്സ്, പിന്നെ കുറച്ച് പഞ്ചസാര കണ്ടു ഇങ്ങനെ കളിക്കാം. നാരങ്ങ എനിക്ക് കട്ട് ചെയ്യാൻ അറിയില്ല. ഇത്രയും കാലമായിട്ട് വെച്ച് പറഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്യണോ ഇങ്ങനെ കട്ട് ചെയ്യണോ എന്നുള്ളത്, അതായത് ഇങ്ങനെ കട്ട് ചെയ്യണോ ഇങ്ങനെ കട്ട് ചെയ്യണോ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുമെന്ന് ചോദിക്കും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് എങ്ങനെ എഴുതിയിട്ടുണ്ട്. സോ ഇതിന് ഈ രീതി കട്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഓർക്കുന്നത് ഇതിൽ തന്നെ ആരില്ലാട്ടോ, ആരെന്നാ വെള്ളം നടക്കില്ല. എനിക്കെന്നെ സർബത്ത് ഷെമീറായിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വെച്ചുകൊണ്ടല്ലോ ഇളക്കണം. ഒരെണ്ണം പോരെ, ഒരെണ്ണം ഞാൻ എടുത്തു വെച്ചു. ബിക്കോസ് ഐ എം ഫിഷ് കറി. അപ്പം നമ്മുടെ നാരങ്ങളും ഓൾമോസ്റ്റ് സെറ്റാണ്. ഞാൻ കസ്കസൊക്കെ ഇട്ട്, കസ്കസല്ല ചിയ സീഡ് ഇട്ടിട്ടുണ്ട് കാണിച്ചിട്ട്. ഇനി എനിക്ക് കുറച്ച് 2-3 ഡേറ്റ്സ് എടുത്ത് പുറത്ത് വയ്ക്കണം. പിന്നെ അത് 2 ഓറഞ്ച്. സിമ്പിൾ നോക്കാം. ഓക്കെ, നമ്മുടെ സാധനങ്ങളൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇത് കുറച്ച് വെള്ളമുണ്ട്, ഇത് ഞാൻ കുറച്ച് റേസിൻസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡ്രൈഡ് ആയിട്ടുള്ള മുന്തിരി ഉണ്ടല്ലോ, അത് ഞാൻ ഓർത്ത് കുടിക്കാം. അപ്പോൾ അത് സെറ്റ്. പിന്നെ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാറ് കസ്കസും പഞ്ചസാര ഒഴിച്ചാൽ അതിന് സെറ്റ്. ഇനി കുറച്ച് തണുത്ത വെള്ളം കുടിക്കാൻ നോക്കും, അത് സെറ്റ്. ഇനി ഞാൻ ഒരു 4 ഈത്തപ്പഴം പോരെ. അപ്പോൾ നമ്മൾ 4 ഈത്തപ്പഴം ശരിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളതിൽ 4 ഓറഞ്ച് ഉണ്ട്, പക്ഷേ നമ്മൾ 2 ഓറഞ്ച് എടുക്കാം അല്ലേ. ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഞാൻ പറയില്ല, ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മുടെ ഓറഞ്ചൊക്കെ നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോ പീസാക്കി മാറ്റാം. ഈ നോമ്പ് തുറയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ നമ്മുടെ നാരങ്ങ വെള്ളം, ഇതിൽ ഞാൻ വെള്ളം കുറച്ച് മുന്തിരി ഇട്ടതും, പിന്നെ ഇതിൽ നമ്മുടെ ഈത്തപ്പഴം ഓറഞ്ച്. താഴെ ആരും വന്നിട്ടില്ല, അവിടുന്ന് വരുമായിരിക്കും ഡെലിവറി ചാർജ്. സോ വൈകുന്നേരം ബിരിയാണി എത്തിയിട്ടുണ്ട്. സോ ചോറ്, ചിക്കൻ പീസസ് ഓൾസോ. ഒരു ഇവരുടെ ഒരു സ്പെഷ്യൽ കുറച്ച് എന്തൊരു കറിയാണ്.
ഇതും കൂടെ ഉണ്ട്. ഏത് ഒരു ചിക്കൻ പീസ് തിന്നാലോ. ഇത് കൂടുതലാണ്.